സ്റ്റഡി വിത്ത് നാച്ചർ. സ്റ്റഡി ഓഫ് എന്താണ് കെമിസ്ട്രി എന്ന് വെച്ചാൽ പറയാം. സ്റ്റഡി ഓഫ് എന്തിനെ കുറിച്ച് പഠിക്കാം? മാച്ചർ. മാച്ചറിനെ കുറിച്ച് പഠിക്കാം. സ്റ്റഡി ഓഫ് മാച്ചർ. മാച്ചറുമായി റിലേറ്റഡ് ആയ ടോപ്പിക്കാണ് കെമിസ്ട്രി. സ്റ്റഡി വിത്ത് മാച്ചർ. സ്റ്റഡി ഓഫ് നാച്ചർ എന്നല്ല, മാച്ചർ എന്നാണ് കേട്ടോ. മാച്ചർ. അപ്പൊ വാട്ട് ഈസ് മാച്ചർ? മാച്ചർ എന്ന് പറയുന്നത് anything that occupies space and mass. Anything എന്തു ആയിക്കോട്ടെ that occupies space and mass. അതായത് ഒരു സബ്സ്റ്റൻസ് ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസും മാസും ആവശ്യമാണെങ്കിൽ ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്നതാണ് മാറ്റർ. എനിത്തിങ് എന്തു ആയിക്കോട്ടെ that occupies space and mass. അതായത് നമുക്ക് ഈ ചോദ്യം an example for matter. ഇതൊരു മാറ്റർ ആണ്. കാരണം ഇത് ഓക്യുപ്പൈ ചെയ്യണമെങ്കിൽ ഇത്രയും സ്ഥലം വേണം. അതേപോലെ ഇതിനൊരു മാസ് ഉണ്ട്. അപ്പൊ മാസും സ്പേസ് ഉള്ള ഏതൊരു വസ്തുവിനെ നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. അപ്പൊ മാറ്ററിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിന്റെ സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ് കെമിസ്ട്രി. അപ്പൊ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. സ്റ്റഡി വിത്ത് മാറ്റർ. സ്റ്റഡി വിത്ത് മാറ്റർ. മാറ്ററിനെ കുറിച്ച് പഠിക്കാം. ദാറ്റ് ഈസ് കാൾഡ് കെമിസ്ട്രി. അല്ലെങ്കിൽ പറയാം സ്റ്റഡി ഓഫ് കെമിക്കൽസ്. കെമിക്കൽസിനെ കുറിച്ച് പഠിക്കാം. അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കാം. അതിനൊക്കെ വിളിക്കുന്ന പേരാണ് കെമിസ്ട്രി. അപ്പൊ കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായ മക്കളെ? റെസ്പോണ്ട് ചെയ്യും. വാട്ട് ഈസ് കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരാം. ക്ലിയർ ആണോ? കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. ഗോപിക, കൃഷ്ണ എന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നമുക്ക് സഞ്ജന, കൃഷ്ണപ്രിയ, പവിത്ര, കെമിസ്ട്രി. അപ്പൊ സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ് കെമിസ്ട്രി. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫാദർ ഓഫ് കെമിസ്ട്രി. ആരാണ് മക്കളെ കെമിസ്ട്രിയുടെ ഫാദർ? നമുക്കറിയാം ഓരോരുത്തരും ഫാദർ ഉണ്ടോ അല്ലെ? അതേപോലെ കെമിസ്ട്രിയുടെ ഫാദർ ആരാണ്? കെമിസ്ട്രിയുടെ ഫാദർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരാണ്? പറയുക. ഫാദർ ഓഫ് കെമിസ്ട്രി പറയുന്നുണ്ട്. രാജശേഖരൻ പറയുന്നുണ്ട് ലാവോസിയർ. കറക്റ്റ് ആൻസർ. ലാവോസിയർ, അന്റോണി ലാവോസിയർ അല്ലെങ്കിൽ ലാവോസിയർ എന്ന സയന്റിസ്റ്റിനെയാണ് ഫാദർ ഓഫ് കെമിസ്ട്രി ആയിട്ട് നമ്മൾ പറയാറ്. ഫാദർ ഓഫ് ബയോളജി ആരാ? ബയോളജിയുടെ ഫാദർ ആയിട്ട് പറയുന്നത് കേട്ടോ, അരിസ്റ്റോട്ടിൽ എന്ന സയന്റിസ്റ്റ് ആണ് ഫാദർ ഓഫ് ബയോളജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറ്. അപ്പൊ നമ്മൾ നോക്കാം, അരിസ്റ്റോട്ടിൽ. രശ്മി പറയുന്നുണ്ട് അരിസ്റ്റോട്ടിലാണ്. അതേപോലെ നമുക്കറിയാം മാത്സിന്റെ ഫാദർ. നമുക്ക് ഓരോന്നിനും ഒരു സയൻസിന്റെ ഒരു ബ്രാഞ്ചിന്റെ ഫാദർ ആയിട്ട് നമ്മൾ പറയാറ്. മാത്സിന്റെ ഫാദർ ആയിട്ട് പറയാറ് നമ്മൾ പറയുന്നത് ആർക്കിമിഡീസിനെ സയന്റിസ്റ്റ് ആണ് ഫാദർ ഓഫ് മാത്തമാറ്റിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറ്. അപ്പൊ നമ്മൾ നോക്കുക, ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയെ കുറിച്ചിട്ടുള്ള ഒരു ഓവറാൾ ഇൻഫർമേഷൻ നൽകുക. അതായത് 10ാം ക്ലാസ്സിൽ പഠിച്ച 10th ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കും +1 റിലേറ്റഡ് ആയി വരുന്ന ടോപ്പിക്കുമായിട്ട് കണക്ഷൻ നൽകുക. അതായത് ചാപ്റ്റേഴ്സ് എടുക്കല്ല, ബേസിക് കാര്യങ്ങളെ കുറിച്ച് പറയണം. അപ്പൊ ആദ്യം നമുക്ക് കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് പരിചയപ്പെടാം. ഓരോ ചാപ്റ്റേഴ്സ് നോക്കാം. ഈ അക്കാഡമിക് ഇയറിൽ +1 പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ നമ്പർ നോക്കിക്കോ. 14 ചാപ്റ്റേഴ്സ് പഠിക്കാൻ. 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് നോക്കിക്കോ. ചാപ്റ്റേഴ്സിന്റെ പേര് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് നോക്കിക്കോ, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഓരോ ചാപ്റ്റേഴ്സ് ജസ്റ്റ് പരിചയപ്പെടാണ്. സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയിലെ ചില ബേസിക് ആയ കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ. അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ പേരൊന്ന് പറയട്ടെ. രണ്ടാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, സ്ട്രക്ചർ ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാം. ആറ്റത്തിനുള്ളിൽ എന്തൊക്കെയാണ്
എന്ന് കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. മൂന്നാമത്തെ ചാപ്റ്റർ നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. Classification of elements. And periodicity. Periodicity in properties. Third chapter ന്റെ പേര് നോക്കിക്കോ, Classification of Elements and Periodicity in Properties. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത് 10th പഠിച്ച പീരിയോഡിക് ടേബിളിലെ ആ പീരിയോഡിക് ടേബിളുമായി റിലേറ്റഡ് നമ്മൾ 4 ബ്ലോക്ക് പഠിച്ചില്ല മക്കളെ. പീരിയോഡിക് ടേബിൾ 4 ബ്ലോക്കിന്റെ പേര് എന്തൊക്കെയാ പറഞ്ഞ? 4 ബ്ലോക്ക് ഏതൊക്കെയാ മക്കളെ? 4 ബ്ലോക്ക് ആരാ റെസ്പോണ്ട് ചെയ്യാൻ നോക്കട്ടെ? പീരിയോഡിക് ടേബിൾ SPDF പറയുന്നുണ്ട് അല്ലെ, ഒക്കെ പറയുന്നുണ്ട്, കൃഷ്ണൻ പറയുന്നുണ്ട്, SPDF അല്ല SPDF കറക്റ്റ് ആൻസർ ആണ്. 4 ബ്ലോക്ക്, അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും ആ ചാപ്റ്ററിൽ. 4 ബ്ലോക്ക് എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. അഞ്ജന പറയുന്നുണ്ട്, SPDF 4 ബ്ലോക്ക്. എത്ര ഗ്രൂപ്പ് ഉണ്ട് മക്കളെ പീരിയോഡിക് ടേബിളിൽ? എത്ര ഗ്രൂപ്പാണ്? 18. ഷെയ്ബ് പറയുന്നുണ്ട് 18 വെർട്ടിക്കൽ കോളംസ്. 18. ആ 18 വരുന്ന പേരിലെ ഗ്രൂപ്പ് കറക്റ്റ് ഗ്രൂപ്പ് ബിജുക്ക് പറയുന്നുണ്ട് 18 ഗ്രൂപ്പ്. എത്ര പീരീഡ്സ് മക്കളെ? എത്ര പീരീഡ്സ്? 7. എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്ന നല്ല മക്കളാണ്. 7 പീരീഡ്സുകളുണ്ട്. അപ്പൊ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ആരാ മക്കളെ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത്? പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേര് ആരാ? ഓർമ്മ ഉണ്ടോ? ആരാണ് റെസ്പോണ്ട് ചെയ്യുക? മെന്റലീവ്. ഗുഡ് ആൻസർ. ദീപക് പറയുന്നുണ്ട് മെന്റലീവ്. ഡിമിട്രി മെന്റലീവ് കറക്റ്റ് ആൻസർ. ഡിമിട്രി മെന്റലീവ് എന്ന സയന്റിസ്റ്റ് ആണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് മെന്റലീവ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിലെ ആധുനിക പീരിയോഡിക് ടേബിൾ അത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആരാണ്? ഹെൻറി മോസ്ലി. ദീപക് പറയുന്ന ബോർ അല്ല, മോസ്ലി ആണ് കേട്ടോ. മോസ്ലി എന്ന സയന്റിസ്റ്റ് ആണ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന 18 ഗ്രൂപ്പും 7 പീരീഡ്സും അടങ്ങിയ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് ഹെൻറി മോസ്ലി. അപ്പോൾ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. നമുക്ക് പറയാം, ജസ്റ്റ് മനസ്സിലാക്കാം, പീരിയോഡിക് ടേബിൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യേണ്ട പീരിയോഡിക് ടേബിൾ. പിന്നെ പഠിക്കുന്നത് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആറ്റത്തിന്റെ വലിപ്പം, അറ്റോമിക് റേഡിയസ്, അയണൈസേഷൻ എന്താൾപ്പി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അയണൈസേഷൻ എന്താൾപ്പി, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഗ്രൂപ്പില് വേരി ചെയ്യാം? താഴോട്ട് വരുമ്പോ കൂടാണോ കുറയാണോ, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോ കൂടാണോ കുറയാണോ, അതാണ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഒന്ന് പറയാൻ കഴിയും മക്കളെ? അറ്റോമിക് റേഡിയസ് ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ആറ്റത്തിന്റെ വലിപ്പം താഴോട്ട് വരുമ്പോ കൂടാണോ? ഇൻക്രീസസ്. മേഘ പറയുന്നത് കറക്റ്റ് ആൻസർ ഇൻക്രീസ് ആണ്, ഡിക്രീസ് അല്ല, ഇൻക്രീസസ്. കാരണം താഴോട്ട് വരുമ്പോൾ നമ്പർ ഓഫ് ഷെൽസ് കൂടും, ഷെല്ലിന്റെ എണ്ണം കൂടും. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഫസ്റ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ആണ് ലിഥിയം. എല്ലാവരും റെസ്പോണ്ട് ചെയ്യാൻ. ലിഥിയം. സെക്കൻഡ് എലമെന്റ് സോഡിയം ആണ് അല്ലെ? ലിഥിയം സോഡിയം പൊട്ടാസ്യം. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ ലിഥിയത്തിന് നമുക്ക് 2 1 എഴുതാം, സോഡിയം 281. അപ്പൊ ഷെല്ലിന്റെ എണ്ണം കൂടി, താഴോട്ട് വരുമ്പോ ഷെല്ലിന്റെ എണ്ണം കൂടി, 3 ഷെല്ലായി. ഷെല്ലിന്റെ എണ്ണം കൂടിയ വലുപ്പം കൂടും. അപ്പൊ അറ്റോമിക് റേഡിയസ് ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസസ്. അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഇനി അടുത്ത 4ാമത്തെ ചാപ്റ്റർ നോക്കാം. ഫോർത്ത് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് and molecular structure.
molecular structure. നാലാമത്തെ ചാപ്റ്ററിന്റെ പേര് നമുക്ക് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിനെ കുറിച്ച് പഠിക്കും. കെമിക്കൽ ബോണ്ട് ഉണ്ടാവില്ലേ, അതായത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഫോഴ്സ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്. നമുക്ക് വാട്ടർ നമ്മളില്ലേ H2O എന്നല്ലേ വാട്ടർ, അല്ലാതെ H2 വഴി ഒരു കിലോമീറ്റർ അപ്പുറത്തല്ല ഓക്സിജൻ അടുത്തടുത്ത് ഇല്ല. അപ്പൊ അത് സൂചിപ്പിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. That attraction is called chemical bond. Chemical bond എന്ന് പറഞ്ഞാല് ഒരു മോളിക്യൂളിലെ ഡിഫറെന്റ് ആറ്റത്തിനെയോ അയോൺസിനെയോ ടുഗദർ കൂട്ടിച്ചേർക്കുക. ദാറ്റ് ബോണ്ട് ഈസ് കാൾഡ് കെമിക്കൽ ബോണ്ട്. ഒരു മോളിക്യൂൾ എടുക്കുക, ആ മോളിക്യൂളിൽ ഡിഫറെന്റ് ആറ്റംസ് ഉണ്ടാവും, അവർ കൂട്ടിച്ചേർക്കുക, അവയെ അട്രാക്ട് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിന്റെ പേരാണ് കെമിക്കൽ ബോണ്ട്. അപ്പൊ കെമിക്കൽ ബോണ്ടിനെ കുറിച്ച് പഠിക്കും. ഈ കെമിക്കൽ ബോണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ഈസ് കാൾഡ് അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ട്. രണ്ടാമത്തെ ബോണ്ട് വിളിക്കുന്ന പേര് കോവാലന്റ് ബോണ്ട്. നമ്മൾ ഡീറ്റെയിൽ പഠിക്കും. ജസ്റ്റ് ബേസിക് ആയിട്ട് പറയാണ്, കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിലെ ഡിഫറെന്റ് ആറ്റത്തിനെ ടുഗദർ ആക്കുക. There are two types. One is called ionic. Second one is called covalent. അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും നമ്മൾ പഠിക്കാം. ഈ രണ്ട് ടോപ്പിക്കാണ് ഇതിൽ വരിക. പിന്നെ മോളിക്കുലാർ സ്ട്രക്ചർ അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. മോളിക്യൂളിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുക, ഷേപ്പിനെ കുറിച്ച് പഠിക്കുക. നമുക്കറിയാം വാട്ടർ ഉണ്ടല്ലോ, അതിന് ഷേപ്പ് ഉണ്ട്. വാട്ടറിന് ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിനെ കുറിച്ച് പഠിക്കുക. ഷേപ്പിനെ കുറിച്ച് പഠിക്കുകയാണ് രണ്ടാമത്തെ സെക്ഷൻ. അപ്പൊ ഇതാണ് ആദ്യത്തെ 4 ചാപ്റ്റർ. ഇനി 5ാമത്തെ ചാപ്റ്റർ നോക്കാം. എല്ലാ ചാപ്റ്റേഴ്സിന്റെ പേര് പരിചയപ്പെട്ടിട്ടാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് നീങ്ങുന്നത്. 5ാമത്തെ ചാപ്റ്റർ നമുക്ക് ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. 5ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്ററിനെ കുറിച്ച് പഠിക്കുക. മാറ്ററിന്റെ സ്റ്റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. മാറ്റർ എന്ന് പറഞ്ഞാൽ anything that occupies space and സ്പേസും മാസും ആവശ്യമായ എല്ലാ വസ്തുവിനെയും വിളിക്കുന്ന പേരാണ് മാറ്റർ. അപ്പൊ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ മാറ്ററിന്റെ സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുക. മാറ്റർ 3 സ്റ്റേറ്റിലാണ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുക, ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുക, ഗ്യാസ് സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുക. അപ്പൊ 3 സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് മാറ്ററിന്റെ സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതാണ് 5th ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ 6th ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ. 6ാമത്തെ ചാപ്റ്ററിന്റെ പേര് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് അഥവാ തെർമോ മീൻസ് ചൂട്, ഹീറ്റ്. തെർമോഡൈനാമിക്സ്, ഹീറ്റുമായി ബന്ധപ്പെട്ട് ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാണ്ട് തെർമോഡൈനാമിക്സ്. നമുക്ക് പറയാം, ജസ്റ്റ് ചാപ്റ്ററിന്റെ പേര് മാത്രമാണ് ഞാൻ ആദ്യം പറയുന്നത്, തെർമോഡൈനാമിക്സ്. അടുത്ത ചാപ്റ്റർ നോക്കാം. 7th ചാപ്റ്റർ ഇക്വിലിബ്രിയം. 7th ചാപ്റ്ററിന്റെ പേരാണ് ഇക്വിലിബ്രിയം. 10ാം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മ മക്കളെ. ഇക്വിലിബ്രിയം റിയാക്ഷന്റെ ആരോ മാർക്ക് ഇങ്ങനെയാണ്. ആരോ മാർക്ക് അതിൽ ഈ റിയാക്ഷൻ നമ്മൾ എന്താ പേര് വിളിക്കാം? ഓർമ്മ ഫോർവേഡ് റിയാക്ഷൻ അല്ലെ? ഫോർവേഡ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് ഫോർവേഡ് എന്നും. ഈ റിയാക്ഷൻ നമുക്ക് എന്താ വിളിക്കാം? എന്താ പേര് വിളിക്കാം? ഓർമ്മ. അതായത് A+B gives C+D. ബാക്ക്വേർഡ് റിയാക്ഷൻ. കറക്റ്റ് ആൻസർ, ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെ? ബാക്ക്വേർഡ് ഈ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ എന്നും, ഇങ്ങോട്ട് നടക്കുന്ന റിയാക്ഷനെ ബാക്ക്വേർഡ് റിയാക്ഷൻ, പാശ്ചാത്യ പ്രവർത്തനം. മലയാളത്തിലാണെങ്കിൽ പുരോപ്രവർത്തനം എന്നും പാശ്ചാത്യ പ്രവർത്തനം എന്നും കേട്ടോ. മലയാളത്തിൽ പുരോപ്രവർത്തനമാണ് ഫോർവേഡ് റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് പാശ്ചാത്യ പ്രവർത്തനം. അപ്പൊ നമുക്കറിയാം ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആക്കാം, ഒരേ റേറ്റിലാക്കാം. ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും ഒരേപോലെയാണെങ്കിലാണ് നമ്മൾ അതിനെ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. 10ാം ക്ലാസ് പഠിച്ച ഓർമ്മ മക്കളെ? ഇക്വിലിബ്രിയം ഓർമ്മ ഉണ്ടാവും.
10th പഠിച്ചിട്ടുണ്ട് അല്ലേ? കൃഷ്ണ എന്ന് പറയുന്നുണ്ട്, രശ്മി പറയുന്നില്ല, റെസ്പോണ്ട് ചെയ്യും. യെസ്, കൃഷ്ണപ്രിയ പറയുന്നുണ്ട് യെസ്. ഫോർവേഡ് റിയാക്ഷൻ, ഉഭയദിശാ പ്രവർത്തനം, മലയാളത്തിൽ ഉഭയദിശാ പ്രവർത്തനം കേട്ടോ. പുരോപ്രവർത്തനവും പാശ്ചാത്യ പ്രവർത്തനവും ഒരേപോലെ ആകുമ്പോഴാണ് അത് ഉഭയദിശാ പ്രവർത്തനം. ഫോർവേഡും ബാക്ക്വേർഡും ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയം. ഇതുമായി ബന്ധപ്പെട്ട് ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 10th പഠിച്ച ടോപ്പിക്കിന്റെ മക്കളെ ഒരു ലേശാത്ലിയ പ്രിൻസിപ്പിൾ കേട്ടോർമ്മണ്ടോ? ലേശാത്ലിയ പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടോ? യെസ് അല്ലെ പറയുന്നത്? പറയാൻ റെസ്പോണ്ട് ചെയ്യാ. യെസ്, ലേശാത്ലിയ പ്രിൻസിപ്പിൾ അതേപോലെ ഇവിടെ നമുക്ക് പഠിക്കാറുണ്ട്. +1 ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ ലേശാത്ലിയ പ്രിൻസിപ്പിൾ 10th പഠിച്ച അതേ ടോപ്പിക്ക് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കാം. 10th പഠിച്ച ടോപ്പിക്കും +1 ആവശ്യമായ ടോപ്പിക്കും ലിങ്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ലേശാത്ലിയ പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. അത് നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ അല്ലെ, താപനിലയുടെ ഇഫക്റ്റ് ഓഫ് പ്രഷർ, മർദ്ദത്തിന്റെ സ്വാധീനം, ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, ഗാഢതയുടെ സ്വാധീനം അല്ലെ, അതേപോലെ ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്, ഉൽപ്രേരകം. അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ട് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഈ ലേശാത്ലിയ പ്രിൻസിപ്പിള്. എന്താണ് ലേശാത്ലിയ പ്രിൻസിപ്പിൾ? ജസ്റ്റ് പറയുന്നുള്ളൂ. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ മാറ്റം വന്നാലേ ആ മാറ്റം ഒഴിവാക്കാൻ വേണ്ടി ഒരു പുതിയ ഇക്വിലിബ്രിയം ഫോം ചെയ്യിപ്പിക്കും. 10th പഠിച്ചാണ് ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ ചേഞ്ചസ് വന്നാൽ ആ സിസ്റ്റം ആ ചേഞ്ചസ് ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ആ ചേഞ്ചസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്നതിനെയാണ് നമ്മൾ ലേശാത്ലിയ പ്രിൻസിപ്പിൾ. ലേശാത്ലിയ പ്രിൻസിപ്പിൾ ആണ് കാര്യമായി നമുക്ക് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്റർ നോക്കുക. ഇത്രയും ചാപ്റ്ററാണ് ഫസ്റ്റ് പാർട്ട്. +1 രണ്ട് ബുക്കാണ്. അത് ഒന്നാമത്തെ ബുക്കിൽ ഈ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. 7 ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് പാർട്ടിൽ വരിക. ഇനി രണ്ടാമത്തെ പാർട്ടിൽ നോക്കുക. സെക്കൻഡ് പാർട്ടില് രണ്ടാമത്തെ പാർട്ടില് 8ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത് റിഡോക്സ് റിയാക്ഷനെ കുറിച്ചിട്ടാണ്. റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്ററിന്റെ പേരാണ് റിഡോക്സ് റിയാക്ഷൻ. 10th പഠിച്ചതാണ്. ഓർമ്മണ്ടല്ലോ മക്കളെ? ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ് ആണ്. കശ്യപി പറയുന്നുണ്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ ഒരുമിച്ച് നടക്കുമ്പോൾ ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് റിഡോക്സ് പ്രവർത്തനം, റിഡോക്സ് റിയാക്ഷൻ അഥവാ ഓക്സീകരണം. ഓക്സിഡേഷന്റെ മലയാളമാണ് ഓക്സീകരണം, റിഡക്ഷന്റെ മലയാളമാണ് നിരോക്സീകരണം. കുറെ ആൾക്കാർ മലയാളം മീഡിയം പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത് ഓക്സിഡേഷന്റെ മലയാളം ഓക്സീകരണം എന്നും റിഡക്ഷന്റെ മലയാളം നിരോക്സീകരണം എന്നും. റിഡോക്സ് ആക്കി തന്നെയാണ് പഠിച്ചത്. അപ്പൊ ഈ ഓക്സീകരണം അഥവാ ഓക്സിഡേഷനും റിഡക്ഷനും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുമ്പോൾ ആ റിയാക്ഷന്റെ പേരാണ് റിഡോക്സ് പ്രവർത്തനം, റിഡോക്സ് റിയാക്ഷൻ. എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്നൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻ, റിഡോക്സ് പ്രവർത്തനം. അതാണ് ആ ചാപ്റ്റർ. അതാണ് 8ാമത്തെ ചാപ്റ്റർ. 9ാമത്തെ ചാപ്റ്റർ നോക്കാം. 9ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഹൈഡ്രജൻ എന്നാണ്. പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ എലമെന്റ് ആണ്, 1ാമത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാൻ, ഹൈഡ്രജൻ എന്ന ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാറുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ഹൈഡ്രജൻ 9th ചാപ്റ്റർ. അപ്പൊ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടാണ് പഠിക്കും. ഈ ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കാണ് വാട്ടർ എന്ന സെക്ഷൻ വരുന്നുണ്ട്. അറിയാവുന്ന ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്താണ്. ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് വാട്ടർ. ഈ വാട്ടർ എന്താ, വെള്ളം. ഈ വാട്ടർ 2 ടൈപ്പ് ഉണ്ട്. വാട്ടറിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇത് അറിയാമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2 ടൈപ്പ്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ മക്കളെ? വാട്ടർ 2 ടൈപ്പാണ്. ഇതൊക്കെയാ ഓർമ്മ ഉണ്ടോ? ആർക്കെങ്കിലും 10th 9th അല്ലെങ്കിൽ ചിലപ്പോൾ 8th പഠിക്കുന്നുണ്ടാവും. നോക്കാം.
വാട്ടർ രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ഈസ് കാൾഡ് സോഫ്റ്റ് വാട്ടർ. സോളിഡ് ലിക്വിഡ് അല്ല, വാട്ടർ മൂന്ന് ഫോമിൽ നിൽക്കും. അതാണ് സോളിഡ്, അതാണ് ലിക്വിഡ്, അതാണ് ഇവിടെ സഞ്ജന പറയുന്നത് കറക്റ്റ് ആൻസർ ആണ്. വാട്ടർ മൂന്ന് സ്റ്റേറ്റിലുണ്ട്, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. വാട്ടർ മൂന്ന് സ്റ്റേറ്റിൽ, സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കും വാട്ടർ. അപ്പൊ അത് നമ്മൾ ഐസ് എന്ന് വിളിക്കും. വാട്ടറിന്റെ സോളിഡ് ഫോമിനെ വിളിക്കുന്ന പേരാണ് ഐഷ കറക്റ്റ് ആൻസർ പറഞ്ഞത്. വാട്ടറിന്റെ സോളിഡ് ഫോമിൽ വിളിക്കുന്ന പേര് ഐസ്. വാട്ടറിന്റെ ലിക്വിഡ് ഫോം അല്ലേ ഓർഡിനറി വാട്ടർ. വാട്ടറിന്റെ ഗ്യാസ് ഫോമിനല്ലേ നമ്മൾ സ്റ്റീം, നീരാവി. അപ്പൊ വാട്ടർ മൂന്ന് സ്റ്റേറ്റ്. ഞാൻ അതല്ല പറഞ്ഞത്, വാട്ടർ രണ്ട് ടൈപ്പ് ഉണ്ട്. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ഈസ് കാൾഡ് സോഫ്റ്റ് വാട്ടർ. സോഫ്റ്റ് വാട്ടർ ശ്രീഹരി പറയുന്നത് സോഫ്റ്റ് വാട്ടർ. സെക്കൻഡ് വൺ ഈസ് കാൾഡ് ഹാർഡ് വാട്ടർ. നിങ്ങൾ എവിടെയോ പഠിച്ച ടോപ്പിക്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ചാപ്റ്റർ പറഞ്ഞാൽ ഇത്രയും ടോപ്പിക് മാത്രമല്ല, വേറെ ഒരുപാട് ടോപ്പിക് ഉണ്ട്. പക്ഷെ 10th-ലോ 9th-ലൊക്കെ പഠിച്ച ടോപ്പിക് ഒന്ന് റീകാൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും. സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും. എന്താണ് മക്കളെ സോഫ്റ്റ് വാട്ടർ, എന്താണ് ഹാർഡ് വാട്ടർ? പറയുമല്ലോ. വാട്ട് ഈസ് സോഫ്റ്റ് വാട്ടർ? എന്താണ് സോഫ്റ്റ്? ഒരു വെള്ളത്തെ നമ്മൾ എപ്പോഴാണ് സോഫ്റ്റ് എന്ന് വിളിക്കുക? പറയാൻ കഴിയും? നോക്ക്, ഓർമ്മ ഉണ്ടാവും. ഞാൻ പറഞ്ഞു തരാം, ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഓർമ്മ ഉണ്ടാവും. ഒരു വെള്ളത്തില് നമ്മൾ സോപ്പില്ല, വിസ്കോസിറ്റി അല്ല പറയാറ്, നമ്മൾ സോപ്പ് ഉണ്ടല്ലോ, ആ സോപ്പ് വെള്ളത്തിൽ ആഡ് ചെയ്യുമ്പോഴേ ലാദർ ഫോം ചെയ്യാം, പത ഉണ്ടാകും. ഒരു വെള്ളത്തിലേക്ക് ഞാൻ സോപ്പ് ചേർത്തപ്പോ ആ സോപ്പ് അതിന് പത ഉണ്ടാക്കുന്നുണ്ട്. ലാദർ ഉണ്ടെങ്കിൽ ആ വാട്ടർ നമ്മൾ സോഫ്റ്റ് വാട്ടർ, പ്യുവർ വാട്ടർ ഒക്കെ ഉണ്ടല്ലോ, ആ പ്യുവർ വാട്ടറിലൊക്കെ വെള്ളം സോപ്പ് ചേർത്താലേ ആ സോപ്പ് അതിൽ പതയും. അപ്പൊ ഒരു വെള്ളത്തിൽ സോപ്പ് പത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ലാദർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരം വാട്ടറിനെ വിളിക്കുന്ന പേര് സോഫ്റ്റ് വാട്ടർ. സോഫ്റ്റ് വാട്ടർ പറഞ്ഞാൽ പ്യുവർ വാട്ടർ എന്നല്ല പറയേണ്ടത്. പ്യുവർ വാട്ടർ അതിന് എക്സാമ്പിൾ ആണ്. എന്താണ് സോഫ്റ്റ് വാട്ടർ? വാട്ടർ വിത്ത് ഫോം ലാദർ വിത്ത് സോപ്പ്. വാട്ടർ വിത്ത് ഫോം ലാദർ വിത്ത് സോപ്പ് ഈസി. ലാദർ വിത്ത് സോപ്പ് ഈസി. സോപ്പ് ചേർക്കുമ്പോഴേ വെള്ളത്തിൽ പെട്ടെന്ന് പത ഉണ്ടാകുക. അങ്ങനെ വന്നാൽ ആ വാട്ടർ നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്ന് വിളിക്കുക. എക്സാമ്പിൾ ആണ് പ്യുവർ വാട്ടർ. ഇനി എന്താണ് ഹാർഡ് വാട്ടർ എന്ന് ചോദിച്ചാലേ, വെള്ളത്തിൽ സോപ്പ് ചേർക്കുമ്പോൾ അല്ലെ, തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം റിവർ വാട്ടർ, അവിടേക്ക് ആ വെള്ളത്തിലൊക്കെ നമുക്കറിയാം, അവിടെ നിന്ന് വെള്ളത്തിൽ റിവർ വാട്ടർ എടുത്താല് അല്ലെങ്കിൽ കടൽ വെള്ളം സീ വാട്ടർ ഒക്കെ എടുത്താൽ ആ വെള്ളത്തിൽ സോപ്പ് ചേർത്താലേ സോപ്പ് പതിയില്ല അല്ലെ. വാട്ടർ ഡസ് നോട്ട് ഫോം അല്ലെ, ശ്രീഹരി പറഞ്ഞു ഡസ് നോട്ട് ഫോം ലാദർ വിത്ത് സോപ്പ്. വെള്ളത്തിൽ സോപ്പ് ചേർക്കുമ്പോൾ പത ഉണ്ടാക്കുന്നില്ലെങ്കിൽ ദാറ്റ് വാട്ടർ ഈസ് കാൾഡ് ഹാർഡ് വാട്ടർ. നമുക്ക് എക്സാമ്പിൾ പറയാം, റിവർ വാട്ടർ അല്ലെ. റിവർ വാട്ടർ സീ വാട്ടർ ഒന്നും ലാദർ ഉണ്ടാക്കൂല പെട്ടെന്ന്. അപ്പൊ അവിടെ നമ്മൾ ഡിറ്റർജന്റ് ഉപയോഗിക്കാറ്, ആ പർപ്പസിൽ നമ്മൾ ഡിറ്റർജന്റ് ഉപയോഗിക്കാറ്. അപ്പൊ സോപ്പ് വെള്ളത്തിൽ പതയാണെങ്കിൽ സോഫ്റ്റ് വാട്ടർ ഒന്നും, പത ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഹാർഡ് വാട്ടർ ഒന്നും. ക്ലിയർ ആയോ? ക്ലിയർ ആണ് മക്കളെ? ആർക്കെങ്കിലും ചാപ്റ്റർ എടുക്കുകയല്ല, ബേസിക് കാര്യങ്ങൾ പറയാമെങ്കിൽ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? സോഫ്റ്റ് എന്താണ്, ഹാർഡ് എന്താണ്? ക്ലിയർ ആയോ? ശ്രീഹരിക്ക് ക്ലിയർ ആണ്? എല്ലാവരും റെസ്പോണ്ട് ചെയ്യട്ടോ. ലക്ഷ്മി ക്ലിയർ ആണ്? സഞ്ജന, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ശനി, ബിജു, ഗോപിക, ഷാജി, ഹസീബ, ശ്രീലക്ഷ്മി, എല്ലാവരും നല്ല മക്കളാണ്. അപ്പൊ ആർക്കെങ്കിലും മനസ്സിലാക്കാത്തുണ്ടെങ്കിൽ പറയാൻ. ചാപ്റ്റർ എടുക്കുന്നില്ല, ജസ്റ്റ് ഇതിലെ കാര്യങ്ങൾ 10th-ലോ 9th-ലോ 8th-ലോ പഠിച്ച ടോപ്പിക് ഒന്ന് റീകാൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഹൈഡ്രജൻ എന്ന ചാപ്റ്റർ ഇട്ടാ. ഇനി അടുത്ത 10th ചാപ്റ്റർ, 10th ചാപ്റ്ററിന്റെ പേരാണ്, 10ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് എസ് ബ്ലോക്ക്. എസ് ബ്ലോക്ക് എലമെന്റ്സ്. പീരിയോഡിക് ടേബിൾ നേരത്തെ പറഞ്ഞ 4 ബ്ലോക്ക് ഉണ്ട്. SPDF എന്ന് പറഞ്ഞു നല്ല മക്കളാണ്. നേരത്തെ റെസ്പോണ്ട് ചെയ്ത് SPDF. അപ്പൊ ഇവിടെ ചാപ്റ്ററിന്റെ പേര് എസ് ബ്ലോക്ക് എലമെന്റ് എന്നാണ്. എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കും. ഏതൊക്കെ ഗ്രൂപ്പിനെയാണ് മക്കളെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുക? എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? 1 and 2 ഗോപിക പറഞ്ഞു, ദീപ പറയുന്നുണ്ട് 1 and 2 കറക്റ്റ് ആൻസർ. 1ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ചിട്ടും 2ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ചും പഠിക്കുക. നിഹാല പറയുന്നുണ്ട്, നിഹില പറയുന്നുണ്ട്, ദിവ്യ പറയുന്നുണ്ട്, ഒക്കെ കറക്റ്റ് ആൻസർ. 1 and 2 1ാമത്തെ ഗ്രൂപ്പ് മാത്രം.
രണ്ടാമത്തെ ഗ്രൂപ്പ് മാത്രം, അത് മാത്രമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കണം. ആ ചാപ്റ്ററിന്റെ പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ് ഗ്രൂപ്പ് 1 and 2. അപ്പൊ അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് നോക്കട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. ഫസ്റ്റ് എലമെന്റ് ലിഥിയം, സെക്കൻഡ് എലമെന്റ് സോഡിയം, തേർഡ് എലമെന്റ് പൊട്ടാസ്യം, fourth element rubidium, cesium, last element Fe, francium. Lithium, sodium, potassium, rubidium. Rb means rubidium, Cs means cesium, Fr means francium. ഈ ഗ്രൂപ്പാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിനെ ഫസ്റ്റ് ഗ്രൂപ്പിനെ മക്കളെ എന്താ പേര് വിളിക്കുക? ഈ ഗ്രൂപ്പിന് പേര് വിളിക്കും. ഏത് പേര് ഓർമ്മ? ഫസ്റ്റ് ഗ്രൂപ്പിൽ ആൽക്കലി മെറ്റൽസ്. ശ്രീഹരി പറഞ്ഞു ആൽക്കലി മെറ്റൽസ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ്സ് മേഘ പറയുന്നുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ്സിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി കുടുംബം, ആൽക്കലി ലോഹ കുടുംബം, ആൽക്കലി മെറ്റൽസ്. ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലി ലോഹ കുടുംബം, ആൽക്കലി മെറ്റൽസ്. ആൽക്കലി എന്നോ ആൽക്കലൈൻ അല്ല, ആൽക്കലി മെറ്റൽസ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് നോക്കാം. സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ബെറീലിയം. സെക്കൻഡ് ഗ്രൂപ്പില് പറയുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ആൽക്കലൈൻ അല്ല, ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നാണ്. സെക്കൻഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. പേരൊക്കെ ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. സെക്കൻഡ് ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അത് ഏതൊക്കെ രീതിയിൽ? ബെറീലിയം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, സ്ട്രോൺഷ്യം ഉണ്ട്. സ്ട്രോൺഷ്യം. Ba മീൻസ് ബേരിയം, Ra മീൻസ് റേഡിയം. ഈ രണ്ട് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ചാപ്റ്ററാണ് എസ് ബ്ലോക്ക്. ഗ്രൂപ്പ് 1 and 2. ഫസ്റ്റ് ഗ്രൂപ്പിനെയും സെക്കൻഡ് ഗ്രൂപ്പിനെയും കലക്റ്റീവ്ലി കാൾഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുക. എസ് ബ്ലോക്ക് എലമെന്റ്സ്. അടുത്ത് 11ാമത്തെ ചാപ്റ്റർ, 11th ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. 11ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് മക്കളെ എത്ര ഗ്രൂപ്പാ പി ബ്ലോക്ക്? ക്രമം എഴുതുന്ന 13 to 18. നിഹല പറയുന്നത്, സ്ത്രീഹല പറയുന്നുണ്ട്, മേഘ പറയുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പാണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിൽ എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. 13 to 18. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സ് ഇസ് കാൾഡ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുക. പി ബ്ലോക്ക് എലമെന്റ്സ് 13 to 18. അപ്പൊ ഞാൻ ജസ്റ്റ് ആ എലമെന്റ്സ് ഏതൊക്കെ നോക്കിക്കട്ടോ. എലമെന്റ്സ് നോക്കാം. 13th ഗ്രൂപ്പ്, 13ാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ബോറോൺ ആണ്. ബോറോൺ 13 to 18 കറക്റ്റ് ആണ്. ബോറോൺ ഫാമിലി, ബോറോൺ ഫാമിലി. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, കാലിയം. ശരിട്ടോ? ബോറോൺ ഫാമിലി 13th ഗ്രൂപ്പ് നമ്മൾ പി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട്. പി ബ്ലോക്ക് പറഞ്ഞാൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളാണ്. അതിൽ 13th ഗ്രൂപ്പ് എലമെന്റ്സ് വിളിക്കുന്ന പേര് ബോറോൺ ഫാമിലി എന്നാണ്, ബോറോൺ കുടുംബം. കാരണം ഫസ്റ്റ് എലമെന്റ് ബോറോൺ ആണ്, ആദ്യ എലമെന്റ് ബോറോൺ ആണ്. അതുകൊണ്ടാണ് ബോറോൺ ഫാമിലി. അപ്പൊ ഏതൊക്കെയാണ് എലമെന്റ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ബോറോൺ ഫാമിലി. സെക്കൻഡ് ഗ്രൂപ്പ് നോക്കിയ 14th ഗ്രൂപ്പ്, 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ ഫാമിലി. ഞാൻ എഴുതുമ്പോത്തിനുള്ള ആൻസർ പറയുന്നുണ്ട്, നല്ല മക്കളാണ്. അപ്പൊ കാർബൺ ഫാമിലി, കാർബൺ. സെക്കൻഡ് സിലിക്കൺ, ജെർമനിയം, പിന്നെ ലെഡ്. കാർബൺ ഫാമിലിയിലെ എലമെന്റ്സ് കാർബൺ, സിലിക്കൺ, ജെർമനിയം, പിന്നെ ലെഡ്. കാർബൺ, സിലിക്കൺ, ജെർമനിയം, പിന്നെ ലെഡ്. ഈ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് കാർബൺ. സോ ദാറ്റ് ഗ്രൂപ്പ് ഈസ് കാൾഡ് കാർബൺ ഫാമിലി. അടുത്ത 15 ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലി. മേഘ പറയുന്നത് നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലി. ഫസ്റ്റ് എലമെന്റ് നൈട്രജൻ, സെക്കൻഡ് എലമെന്റ് ഫോസ്ഫറസ്, തേർഡ് എലമെന്റ് ആർസെനിക്. മീൻസ് ആർസെനിക്.
FT means antimony, antimony. BI means bismuth. ഏതൊക്കെ എലമെന്റ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് നൈട്രജൻ ഫാമിലി എന്നാണ്. നൈട്രജൻ ഫാമിലി. 16th ഗ്രൂപ്പ്, 16th ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ ഫാമിലി കറക്റ്റ് ആണ്. ഞാൻ എഴുതുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഓക്സിജൻ ഫാമിലി. 16th ഗ്രൂപ്പ് എലമെന്റ് ഓക്സിജൻ. ഫസ്റ്റ് എലമെന്റ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പോളോണിയം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പോളോണിയം. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ ഫാമിലിയുടെ മറ്റൊരു പേര് പഠിക്കാൻ ചാൽക്കോജൻസ് എന്ന് വിളിക്കാം. ഓക്സിജൻ ഫാമിലി എന്ന് പറയാം. ആൾസോ കാൾഡ് ചാൽക്കോജൻസ്. ചാൽക്കോജൻസ് വിളിക്കാം. ഓക്സിജൻ ഫാമിലി കറക്റ്റ് ആണ്. ആൾസോ മറ്റൊരു പേരാണ് ചാൽക്കോജൻസ് എന്ന പേരിലും 16ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടും. ചാൽക്കോജൻസ്. 17ാമത്തെ ഗ്രൂപ്പ് നോക്കാം. ഹാലജൻസ്. ഹാലജൻസ് ഞാൻ എഴുതുമ്പോൾ മുന്നേ തന്നെ ആൻസർ പറയുന്നു. ഹാലജൻസ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഏതൊക്കെ എലമെന്റ് നോക്കിക്കോ? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഇതാണ് 17ാമത്തെ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ നമ്മൾ ഫ്ലോറിൻ ഫാമിലി എന്നല്ല വിളിക്കാം. പകരം എന്താ വിളിക്കുക വെച്ചാല് ഹാലോജൻസ്. 18ാമത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ. 18ാമത്തെ ഗ്രൂപ്പ് നോബിൾ ഗ്യാസ് പറയുന്നത്. നോബിൾ ഗ്യാസ് ഇനേർട്ട് ഗ്യാസ് എന്ന് വിളിക്കാറുണ്ട്. 18ാമത്തെ ഗ്രൂപ്പിനെ നോബിൾ ഗ്യാസ് എന്ന്, അല്ലെങ്കിൽ ഇനേർട്ട് അൺറിയാക്റ്റീവ് എന്നാണോ ഇനേർട്ടിന്റെ അർത്ഥം. നോബിൾ മടിയന്മാരാണ്. നോബിൾ ഗ്യാസ്, നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് അൺറിയാക്റ്റീവ് ആയ ഗ്യാസ് ആണ് 18th. അതിൽ ഉത്കൃഷ്ടവാതകം, കറക്റ്റാണ് മലയാളത്തിൽ ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസ്. അപ്പൊ 18th ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ഹീലിയം. ഹീലിയം സ്റ്റേബിൾ. സ്റ്റേബിൾ അലസവാതകം. ഇത് സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അൺറിയാക്റ്റീവ്. ഈ ഗ്രൂപ്പിലെ എലമെന്റ്സ് എല്ലാം തന്നെ സ്റ്റേബിൾ, അസ്ഥിരത കൈവരിച്ചതാണ്. അതുകൊണ്ട് അത് കെമിക്കലി അൺറിയാക്റ്റീവ് ആണ്, ഇനേർട്ട് ആണ്. അപ്പൊ 18ാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ഹീലിയം. സെക്കൻഡ് എലമെന്റ് നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. 18th ഗ്രൂപ്പിലെ 18ാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് നോബിൾ ഗ്യാസ് എന്ന്. ഇന്നത്തെ ഗ്യാസ് 18ാമത്തെ ഗ്രൂപ്പ്. ക്ലിയർ ആണ് മക്കളെ? ഇതാണ് പി ബ്ലോക്ക്. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ ഗ്രൂപ്പിലെ ഓരോ എലമെന്റ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. ക്ലിയർ ആയോ? പി ബ്ലോക്ക് എന്താ മനസ്സിലായോ? ക്ലിയർ ആണ്? ഈ മാത്രം ഓക്കെ അടിക്കും മക്കളെ. ആർക്കെങ്കിലും മനസ്സിലാകത്തന്നെ പറയണം കേട്ടോ. നിഖില പറയുന്നുണ്ട്, നന്ദന പറയുന്നുണ്ട്, ഫൺ പറയുന്നുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. ദീപ ക്ലിയർ ആണ്. ബിജു, നുസ്രത്ത്, ജസീറ, കെലിയിലെ കൃഷ്ണ, ഹസീന, ഷാജി, ആന്ധ്ര പറയുന്നുണ്ട്, കൃഷ്ണപ്രിയ. ഓക്കെ, അപ്പൊ നല്ല മക്കളാണ്. കൃഷ്ണ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എനിക്ക് മനസ്സിലായി അല്ലെ? കൃഷ്ണ എന്തൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി ശ്രദ്ധിക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇപ്പൊ പി ബ്ലോക്ക് ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് 13 14 ഉണ്ടാവും. അത് കാരണം ശ്രദ്ധിക്കണം. ചാപ്റ്ററിന്റെ പേര് പി ബ്ലോക്ക് ആണ്. അപ്പൊ 13 മുതൽ 18 വരെ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത്, +1 പഠിക്കാനുള്ളത് 13th 14th ഉള്ളൂ. 13 14 ഉള്ളൂ. എന്നാൽ സെക്കൻഡ് ഇയർ ഉണ്ടല്ലോ, അടുത്ത വർഷം പഠിക്കാൻ സെക്കൻഡ് ഇയർ. ആ സെക്കൻഡ് ഇയറിലാണ് നമ്മൾ 15 മുതൽ 18 വരെ പഠിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഇയറിൽ ഒരു ചാപ്റ്റർ വീണ്ടും പി ബ്ലോക്ക് തന്നെയാണ്. ഫസ്റ്റ് ഇയറിലെ ചാപ്റ്റർ പി ബ്ലോക്ക് ആണ്. സെക്കൻഡ് ഇയർ അഥവാ +2 ചാപ്റ്റർ പി ബ്ലോക്ക് ആണ്. ഫസ്റ്റ് ഇയറിൽ 13th 14th ഗ്രൂപ്പുകൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. 15 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ സെക്കൻഡ് ഇയർ ആണ് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് പി ബ്ലോക്ക് കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ. അടുത്ത ചാപ്റ്റർ നോക്കട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്റർ, 12th ചാപ്റ്റർ നോക്കുക.
വോയിസ് കൂട്ടാൻ പറയുന്നത് ഇവിടെ മലപ്പുറത്തല്ലത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് അറിയാം, പത്രം വായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എടുക്കുന്ന സെന്ററിന്റെ താഴെയൊക്കെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് വോയിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചല്ലോ. അതാണ് ഈ വോയിസിലെല്ലാം ക്ലാസ് എടുക്കലും ഒന്നുകൂടി ഹൈ ലെവൽ ക്ലാസ് എടുക്കാറൊക്കെ ചെയ്യാറ്. പക്ഷെ ഈ ക്ലാസ് എടുക്കുന്ന താഴെ നോക്കിക്കഴിഞ്ഞാൽ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ അല്ല, പുറത്തിറക്കാൻ പറ്റില്ല. അപ്പൊ വീട്ടിൽ തന്നെ പുസ്തകങ്ങൾ ഓർഡറാണ്. അതുകൊണ്ടാണ് ഞാൻ വോയിസിന് കുറച്ച് സ്ലോ ആക്കുന്നത്. ശരിക്കും ഇങ്ങനെയല്ല എടുക്കാറ്, ഒന്നുകൂടി എനർജറ്റിക് ആയിട്ട് എടുക്കാറ്. അപ്പോൾ ഫസ്റ്റ് ഈ ക്ലാസ് ഒന്ന് ക്ഷമിക്കുക. അല്ല മാർക്കല്ല, ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണ്. ട്രിപ്പിൾ ആണ്, കോഴിക്കോടൊക്കെ ലോക്ക്ഡൌൺ മാത്രമേ ഉള്ളൂ. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആവുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം സെന്ററിന്റെ താഴെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടൗൺ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സൗണ്ട് കുറച്ചെടുക്കുന്നത്. ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലെങ്കിൽ പറയണം, അതിനനുസരിച്ച് സൗണ്ട് നമുക്ക് കൂട്ടാം. അപ്പൊ ഏതായാലും നമുക്ക് 12th ചാപ്റ്റർ, 12ാമത്തെ ചാപ്റ്റർ നോക്കട്ടോ. 12th ചാപ്റ്റർ. 12th ചാപ്റ്ററിന്റെ പേര് സം ബേസിക് കൺസെപ്റ്റ്. ചാപ്റ്ററിന്റെ പേര് നോക്കിക്കോ. ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി 10ാം ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്റർ തന്നെ ഓർമ്മണ്ടല്ലോ. ഓർഗാനിക് കെമിസ്ട്രി 10ലെ ഓർഗാനിക് കെമിസ്ട്രി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പഠിക്കാല്. അതായത് നെയിമിംഗ് പഠിക്കാല്. നെയിമിംഗ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ്. അതെന്താവും? IUPAC കേട്ടോ? IUPAC കേട്ടോ മക്കളെ? കേട്ടിട്ടുണ്ടല്ലേ? IUPAC ഒരു ഓർഗനൈസേഷൻ ആണ്. IUPAC. യെസ്, എല്ലാവരും പറയുന്നുണ്ട്. യെസും കേട്ടിട്ടുണ്ടാവും. ഒരു ഓർഗനൈസേഷന്റെ പേരാണ് IUPAC. എന്റെ ഫുൾ ഫോം നോക്കുക. ഇന്റർനാഷണൽ. ഇന്റർനാഷണൽ, നാഷണൽ അല്ലോ, ഇന്റർനാഷണൽ. ഇന്ത്യ എടുത്താലും പാകിസ്ഥാൻ എടുത്താലും എവിടെ എടുത്താലും ഇന്റർനാഷണൽ. ഇന്റർനാഷണൽ യൂണിയൻ. യു മീൻസ് യൂണിയൻ. ഓഫ് P മീൻസ് പ്യുവർ, PUR, പ്യുവർ. A മീൻസ് അപ്ലൈഡ്. C മീൻസ് കെമിസ്ട്രി. അപ്പൊ എന്താണ് IUPACന്റെ ഫുള്ള് നോക്കിക്കോ. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്ലൈഡ് കെമിസ്ട്രി, ദാറ്റ് ഈസ് IUPAC. IUPAC. അപ്പൊ ഒരു കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് പഠിക്കാറ്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്പൊ അതിന്റെ പേര് 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാണ്. ഒരു കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ 1C ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ IUPAC പ്രകാരം അതിന്റെ ഓർമ്മ ഉണ്ടാവും. 1C വരെ ഒരു കാർബൺ ആറ്റം വന്നാൽ മെത്ത്. കറക്റ്റ്, മെത്ത്. 2 കാർബൺ ആറ്റം ആണെങ്കിലോ 2 കാർബൺ. പല മീഡിയക്കാരും ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിട്ടുണ്ടാകാം. എത്ത്. 3 കാർബൺ ആറ്റം ആണെങ്കിലോ പ്രൊപ്പ്. റെസ്പോണ്ട് ചെയ്യാൻ പ്രൊപ്പ്. കറക്റ്റ്. 4 കാർബൺ ആറ്റം ആണെങ്കിലോ 4 ബ്യൂട്ട് അല്ലെ, BUT. 5 കാർബൺ ആറ്റം ആണെങ്കിലോ പെന്റ്. കറക്റ്റ് ആൻസർ റെസ്പോണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പെന്റ് കറക്റ്റ് ആണ്. 5 കാർബൺ ആറ്റം എന്നാൽ പെൻ. 6 കാർബൺ ആറ്റം വന്നാൽ എക്സ്. 6 കാർബൺ ആറ്റം വന്നാൽ എക്സ് എന്ന് വിളിക്കുക. HEX. 7 കാർബൺ ആറ്റം വന്നാൽ ഹെപ്റ്റ്. കറക്റ്റ് ആണ്. എല്ലാവരും റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെപ്റ്റ്. നല്ല മക്കളാണ്. ഹെപ്റ്റ്. 8 ആണെങ്കിലോ സെപ്റ്റ് എന്നല്ല കേട്ടോ മക്കളെ. 7 കാർബൺ ആറ്റം വന്നാൽ ഹെപ്റ്റ് എന്നാണ്, സെപ്റ്റ് എന്നല്ല. 8 ആണെങ്കിൽ OCT. 9 ആണെങ്കിൽ NON. 10 ആണെങ്കിൽ 10 ഡെക്ക്. കറക്റ്റ്, ഡെക്ക്. 10 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ IUPAC പ്രകാരം നമ്മൾ ഡെക്ക് എന്ന് കൂട്ടണം. ഡെക്ക് എന്ന് വിളിക്കുക. ഇനി സിംഗിൾ ബോണ്ട് ആണെങ്കിലോ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ടാണ് ANE. കറക്റ്റ് ആണ്. ANE ഇതൊക്കെ പഠിച്ച ടോപ്പിക്കാണ്. നമുക്ക് +1 ആവശ്യമായ ടോപ്പിക് കൂടിയാണ് നമ്മൾ പറയുന്നത്. സിംഗിൾ കാർബൺ ആണ്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ, ഏകബന്ധനമാണെങ്കിൽ ANE കൊണ്ട് അവസാനിപ്പിക്കണം. നിബന്ധനം ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്താ മക്കളെ? ENE. ട്രിപ്പിൾ ബോണ്ട് ആണ്. 3 ബോണ്ട് ഉണ്ട് അല്ലെ? അപ്പൊ YNE. അപ്പൊ നെയിമിംഗ് പഠിക്കുക. കറക്റ്റ് ആയിട്ടുള്ള റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതിന്റെ ആൻസർ മുഴുവൻ നോക്കട്ടോ. CH3, CH2, CH2, CH3. നമ്മൾ 10ാം ക്ലാസ് പഠിച്ച ടോപ്പിക്കാണ്. ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാം. ബ്യൂട്ടൈൻ. നിഖില പറഞ്ഞു കറക്റ്റ് ആൻസർ ബ്യൂട്ടൈൻ. സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ബ്യൂട്ടൈൻ. ബ്യൂട്ട് ANE. സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പൊ ANE ബ്യൂട്ടൈൻ.
ബ്യൂട്ടേന് ബ്യൂട്ടേൻ സിംഗിൾ ബോണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ നോക്കിക്കോ ഇവിടുത്തെ 2 H മാറ്റി എന്നിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു. ഇപ്പൊ ഇതിന്റെ പേരെന്താ? ബ്യൂട്ടീൻ അല്ലെ? ബ്യൂട്ടീൻ. ശരിക്കും അതിന്റെ സ്ഥാനം പറയണം, പൊസിഷൻ പറയണം അല്ലെ? അപ്പൊ നമുക്ക് പറഞ്ഞാൽ 4 കാർബൺ ചിലപ്പോ ബ്യൂട്ട് എത്രാമത്തിമേൽ മക്കളെ ഡബിൾ ബോണ്ട്? 2ാമത്തിമേലല്ലേ? ഇവിടുന്ന് എങ്ങനെയാണ് 2ാമത്തിമേലെ ഡബിൾ ബോണ്ട്? അപ്പൊ ബ്യൂട്ട് 2 ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടീൻ എന്ന് പറയാൻ ശരിക്കും പറയേണ്ടത് എന്താ ചോദിച്ചാൽ അതിന്റെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ പറയണം. അപ്പൊ ബ്യൂട്ടി 2 അല്ലെങ്കിൽ ബ്യൂട്ടി 2 അപ്പൊ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ചാപ്റ്ററിൽ പഠിക്കാൻ ബ്യൂട്ടി 2 അപ്പൊ നെയിമിംഗ് ആണ് ആ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതിൽ പഠിക്കാനുള്ളത് ഐസോമറിസം. ബ്യൂട്ടി 2 അല്ല, ബ്യൂട്ടി 2 മലയാളത്തിൽ പറഞ്ഞാൽ പറയാം, ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ബ്യൂട്ടി 2 എന്നൊക്കെ മലയാളത്തിൽ ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എല്ലാവരും നല്ലത് ഇംഗ്ലീഷ് ചെയ്താണ്. ഇനി ശ്രദ്ധിക്കുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പൊ ഐസോമറിസം പഠിക്കുന്നു. ഐസോമറിസം കിട്ടും മക്കളെ. ചിലപ്പോൾ ഫോക്കസ് പോയിന്റ് ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ ഫോക്കസ് പോയിന്റ് പഠിച്ചിട്ടുണ്ടാവില്ല. ഐസോമറിസം അല്ലെ? ഐസോമറിസം എന്ന ടോപ്പിക് ഉണ്ട്. 2 ടൈപ്പുകൾ. ഏതൊക്കെ ഐസോമറിസം പഠിക്കുന്നു? ചെയിൻ ഐസോമർ പഠിക്കണം. ചെയിൻ ഐസോമർ അല്ലെ? സ്പോണ്ടേനിയൽ ചെയിൻ. ചെയിന് ഫങ്ഷണൽ ചെയിൻ ഉണ്ട്, ഫങ്ഷണൽ ഉണ്ട്. പിന്നെ ഏതൊക്കെ? പൊസിഷൻ അല്ലെ? പൊസിഷൻ ഐസോമർ ഒക്കെ ഉണ്ട്. ചെയിന്, പൊസിഷന്, ഫങ്ഷണൽ ഗ്രൂപ്പ് 3 ഐസോമറിസം പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് CH2 OH കവിയോ നോക്കട്ടെ. CH3 CH CH3 2 കോമ്പൗണ്ട് ശ്രദ്ധിക്കോളൂ. പറഞ്ഞു ശ്രദ്ധിക്കാം. ഈ 2 കോമ്പൗണ്ടിലേക്ക് മക്കളെ ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിന് നമ്മൾ എന്ത് പേരാ വിളിക്കുക? കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിനെ പൊതുവെ എന്താ വിളിക്കുക? ഓർമ്മ ഉണ്ടാവും? ആൽക്കഹോൾ. കറക്റ്റ്. പറഞ്ഞ ആൽക്കഹോൾ എന്നാ വിളിക്കുക അല്ലെ? ആൽക്കഹോൾ. OH അടങ്ങിക്കഴിഞ്ഞാൽ OH ഉണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് ആൽക്കഹോൾ ആണ്. ഈ കോമ്പൗണ്ടും ആൽക്കഹോൾ ആണ്. കാരണം OH എന്ന ഗ്രൂപ്പ് അതിലുണ്ട്. അപ്പൊ OH ഗ്രൂപ്പ് വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ആൽക്കഹോൾ എന്നാണ്. ഇനി ആൽക്കഹോളിന്റെ പേര് കൊടുക്കുമ്പോഴേ പഠിച്ചിട്ടാണ് നിങ്ങൾ പറയാൻ. ആൽക്കഹോളിന്റെ പേര് കൊടുക്കുന്നത് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പാരന്റ് ആൽക്കൈൻ ചെയ്യുക. പാരന്റ് ആയ ആൽക്കൈൻ. അപ്പൊ ഇതിൽ 1, 2, 3 കാർബൺ അല്ല മക്കളെ? 3 കാർബൺ വരുമ്പോഴേ IUPAC പ്രകാരം എന്താ വിളിക്കുക? പ്രൊപ്പൈൻ എന്നല്ലേ പറയുന്ന ആൻസർ മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയാൻ 3 കാർബൺ ആറ്റം പ്രൊപ്പൈൻ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുക? അവസാനം ആൽക്കഹോൾ അല്ലേ? ആൽക്കഹോളിന്റെ അവസാന ലെറ്റർ ഓൾ എന്നാണ്. OL. അപ്പോൾ ചെയ്യേണ്ട അവസാനത്തെ ഈനെ കട്ട് ചെയ്യാം. ഓളെ കൂട്ടി കൊടുക്കുക. പ്രൊപ്പനോൾ. 3 കാർബണാണ്. അപ്പൊ പ്രൊപ്പൈൻ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആൽക്കഹോൾ ആണ്. അപ്പൊ അവസാനത്തെ ഈനെ ഒഴിവാക്കിട്ടേ പകരം ഓളെ കൂട്ടി കൊടുക്കുക. പ്രൊപ്പനോള് അല്ലെ? അല്ലെങ്കിൽ പ്രൊപ്പാൻ 1 ഓൾ എന്നും പറയാം. ലാസ്റ്റ് കാർബണമലാണ് അല്ലെങ്കിൽ 1ാമത്തെ കാർബണമലാണ് OH നിൽക്കുന്നെങ്കിൽ സ്ഥാനം പറയുന്നത് നിർബന്ധമല്ല. സ്ഥാനം നിർബന്ധമല്ല കേട്ടോ. ഇവിടെ പറയുമ്പോൾ 1ാമത്തിമേലല്ലേ? അപ്പൊ നിർബന്ധമല്ല. എന്നാൽ 2, 3, 4, 5 നിൽക്കുകയാണെങ്കിൽ സ്ഥാനം നിർബന്ധമായിട്ടും പറയണം. ഇതിന് വേണമെങ്കിൽ പ്രൊപ്പനോൾ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊപ്പാൻ 1 ഓൾ എന്ന് പറയാം, തെറ്റില്ല. എന്നാൽ ഇതിന്റെ പേരെന്താ മക്കളെ? 2ാമത്തെ കോമ്പൗണ്ട് പ്രൊപ്പാൻ 2 ഓൾ പറയുന്ന എല്ലാവരും പ്രൊപ്പാൻ 2 ഓൾ പ്രൊപ്പാൻ തന്നെ അല്ലേ? ഇവിടെ 2ാമത്തിമല പറയുന്നത്. 2ാമത്തിമലാണ്. അപ്പൊ 2ാമത്തായ പ്രൊപ്പാൻ 2 ഓള്. അപ്പൊ കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഈ പ്രൊപ്പാൻ 1 ഓളും പ്രൊപ്പാൻ 2 ഓളും ഒരേ ഫോർമുല. അശ്വതി ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഒരേ ഫോർമുല. 2 നോക്കി മക്കൾ എത്ര കാർബൺ വിളിക്കും? എത്ര കാർബണ പറഞ്ഞ? 1ാമത്തിൽ എത്ര കാർബൺ നോക്ക്? C3 അല്ലെ? C3 3 കാർബൺ. എത്ര H പറഞ്ഞ? എത്ര H?
ഹൈഡ്രജൻ എണ്ണം നോക്കാം 3 + 2 5 5 + 3 8 8 അല്ലേ 3 2 5 5 + 3 8 അപ്പോൾ 8 ഹൈഡ്രജൻ 1 ഓക്സിജൻ ഒരു ഓക്സിജൻ. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിലോ രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്ക് 3 കാർബൺ 1 2 3 C3 H8 then 1 ഓക്സിജൻ. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ടിന് പ്രത്യേകം നോക്കിക്കോ ഒരേ മോളിക്കുലാർ ഫോർമുല അല്ലെ രണ്ടിനും C3H8O ഒരേ മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിലാണ് മാറ്റം. അതുകൊണ്ട് they are called position isomer. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാറ്റം വന്നാൽ അതിനെ വിളിക്കുന്ന പേര് പൊസിഷൻ ഐസോമർ എന്നാണ്. അപ്പോൾ വേറെ ഐസോമറിസ് ഒക്കെ ഉണ്ട്. ചെയിൻ ഐസോമർ ചെയിനിൽ മാറ്റം വരും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർ ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് മാറുക they are called ഫങ്ഷണൽ ഐസോമർ. പഠിക്കും ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞുള്ളൂ. അപ്പൊ ഐസോമർ എന്ന് പറഞ്ഞാൽ ഒരേ ഫോർമുല ആയിരിക്കണം. ഒരേ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറിൽ മാറ്റം വരും. അല്ലെങ്കിൽ ഡിഫറെന്റ് ഫങ്ഷൻ ഗ്രൂപ്പ് ആകാം, ഡിഫറെന്റ് പൊസിഷൻ ആകാം, ഡിഫറെന്റ് ചെയിൻ ഒക്കെ ആകുകയാണെങ്കിൽ ഐസോമർ എന്നാണ്. അപ്പോൾ ഒരേ ഫോർമുല ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് സ്ട്രക്ചർ ഐസോമർ. അപ്പൊ ഐസോമറുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാറുണ്ട്. അടുത്ത ചാപ്റ്റർ കേട്ടോ. അടുത്ത ചാപ്റ്ററിന്റെ പേരാണ് 13ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഹൈഡ്രോകാർബൺസ്. ചാപ്റ്ററിന്റെ പേര് ഹൈഡ്രോകാർബൺ. എന്താണ് മക്കളെ ഹൈഡ്രോകാർബൺസ് പറഞ്ഞാൽ? ഹൈഡ്രോകാർബൺസ് പറഞ്ഞാൽ എന്തായിരിക്കണം ആ പേര് മനസ്സിലാവും. ഹൈഡ്രോകാർബൺസ് ഓർഗാനിക് കെമിസ്ട്രി തന്നെയാട്ടോ ഹൈഡ്രോകാർബൺ. ഇതിന് തുടർച്ചയാണ് കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് അത് വരുന്നത്. അപ്പൊ രണ്ടും ലിങ്കഡ് ടോപ്പിക്കാണ്. ഹൈഡ്രോകാർബൺസ് പറഞ്ഞാൽ പേര് മനസ്സിലാവും. കോമ്പൗണ്ട് ആണ്, ഒരു സംയുക്തം അല്ലെ. ശ്രീനന്ദ പറയുന്നത് കോമ്പൗണ്ട് ഹാവിംഗ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ. കറക്റ്റ് ആണ് അല്ലെ? കറക്റ്റ്. നോക്കിക്കോ ഹൈഡ്രോകാർബൺസ് പറയുമ്പോൾ ഹൈഡ്രജനും കാർബണും മാത്രമാണ് എങ്കിൽ അത് ഹൈഡ്രോകാർബൺ. ഹൈഡ്രോകാർബൺ കോമ്പൗണ്ട് ഹാവിംഗ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഓൺലി ഉണ്ടാകരുത്. അപ്പൊ ഒരു എക്സാമ്പിൾ C6 H12 O6 ഇത് ഹൈഡ്രോകാർബൺ ആണോ? ഇത് ഹൈഡ്രോകാർബൺ മക്കളെ? നോ. കൃഷ്ണൻ എന്ത് പറഞ്ഞു? നോ. കാരണം ഇറ്റ് കണ്ടെയ്ൻ ഓക്സിജൻ. അതിൽ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് ഹൈഡ്രോകാർബൺ അല്ല. ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഈ കോമ്പൗണ്ട്സ് വിളിക്കുന്ന പേരുടെ നമ്പറാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ആണ് ഫോർമുല. C6 ഓക്സിജൻ പ്രസന്റ് ആയതുകൊണ്ടാണ് ഹൈഡ്രോകാർബൺ. അല്ലാത്തത് C6 H12 O6 പേര് ഗ്ലൂക്കോസ് എന്നാണ്. ഗ്ലൂക്കോസ് ആ ഗ്ലൂക്കോസ് ഹൈഡ്രോകാർബൺ അല്ല. എന്നാൽ CH4 ഹൈഡ്രോകാർബൺ ആണോ? ഹൈഡ്രോകാർബൺ ആണോ മക്കളെ? യെസ് അല്ലേ? എല്ലാവരും പറഞ്ഞത് യെസ്. കാരണം ഇറ്റ് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഓൺലി. കാർബണോ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹൈഡ്രോകാർബൺ ആണത്. അപ്പൊ ഹൈഡ്രോകാർബൺ പറഞ്ഞാൽ കാർബണും ഹൈഡ്രജൻ മാത്രമാണെങ്കിൽ they are called ഹൈഡ്രോകാർബൺസ്. അത് 3 ടൈപ്പ് ഉണ്ട്. ആൽക്കീൻ അല്ലെ? 3 ടൈപ്പില്ല ഹൈഡ്രോകാർബണ്. സിംഗിൾ ബോണ്ട് ആകാം, ഡബിൾ ബോണ്ട് ആകാം, ട്രിപ്പിൾ ബോണ്ട് ആകാം. അപ്പൊ ആൽക്കൈൻ, ആൽക്കൈൻസ് 3 ടൈപ്പിലാണ് ഹൈഡ്രോകാർബൺസ്. ആൽക്കൈന്, ആൽക്കൈൻസ്. ഇതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കുക. ആൽക്കൈൻസ് എന്താണെന്നും ആൽക്കീൻസ് എന്താണെന്നും ആൽക്കൈൻസ് എന്താണെന്നും പഠിക്കുന്ന ചാപ്റ്ററാണ് ഹൈഡ്രോകാർബൺസ്. അത് അതിനെ കുറിച്ചുള്ള ചാപ്റ്ററിൽ പഠിക്കും. ലാസ്റ്റ് ചാപ്റ്റർ നോക്കാം. ലാസ്റ്റ് 14ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. ലാസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എൻവയോൺമെന്റൽ കെമിസ്ട്രി. അതുകൊണ്ട് കഴിഞ്ഞ ചാപ്റ്റർ 14ാമത്തെ ചാപ്റ്ററായ എൻവയോൺമെന്റൽ കെമിസ്ട്രി. എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കാം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പഠിക്കാം. അതായത് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ പൊല്യൂഷനെ പഠിക്കാൻ, പൊല്യൂഷനെ കുറിച്ച് പഠിക്കാൻ, മലിനീകരണത്തെ കുറിച്ച് പഠിക്കാൻ. അഥവാ എയർ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം. രണ്ടാമത് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവില്ലേ, സോയിൽ പൊല്യൂഷൻ. അത് അഥവാ
പൊല്യൂഷനെ കുറിച്ച് അഥവാ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കെമിസ്ട്രി, എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കെമിസ്ട്രിയാണ് ലാസ്റ്റ് ചാപ്റ്റർ. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകളാണ് വരിക. എയർ പൊല്യൂഷനെ കുറിച്ചിട്ട്, അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം അഥവാ രണ്ടാമത് വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷനെ കുറിച്ച് പഠിക്കുന്ന സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആണ് എൻവിയോൺമെന്റ് കെമിസ്ട്രി. ഇത്രയും ചാപ്റ്റർ ആണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ. ഫസ്റ്റ് ഇയറിൽ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ക്ലിയർ ആയ മക്കളെ? ഇനി നോക്കിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് പറയട്ടെ, +1 എന്ന ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്ര മാർക്കിന് മക്കളെ എക്സാം കെമിസ്ട്രി അറിയാം? ഫസ്റ്റ് ഇയറിലെ കെമിസ്ട്രി എക്സാം എത്ര മാർക്കിന്? എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് പറയട്ടെ. 60 മാർക്ക്. അതറിയണം. 60 മാർക്കാണ് ഫസ്റ്റ് ഇയറിലെ എക്സാം. അപ്പൊ 60 മാർക്കിൽ എത്രയും മക്കളെ പാസ്സാകാൻ വേണ്ട മാർക്ക്? ജസ്റ്റ് പാസിംഗ് അല്ല പറയുന്നത് കേട്ടോ, ഫുൾ മാർക്ക് തന്നെ വാങ്ങണം, A+ തന്നെ വാങ്ങണം, ആ 60 മാർക്ക് തന്നെ വാങ്ങണം. അപ്പൊ പാസ്സാകാൻ വേണ്ട മാർക്ക് ജസ്റ്റ് എക്സാം പാറ്റേണിനെ കുറിച്ച് പറയാൻ 18 മാർക്കാണ് പാസ്സാകാൻ വേണ്ട മാർക്ക്. 18. ഫസ്റ്റ് ഇയറിൽ 16 ആണ് എക്സാം കഴിയുക. ഫസ്റ്റ് ഇയറിലെ എക്സാം 60 അതിൽ 18 മാർക്ക് കിട്ടിയാൽ ഫസ്റ്റ് ഇയർ പാസ്സായി. അടുത്ത വർഷം കഴിയുക സെക്കൻഡ് ഇയറിലും 60 തന്നെയാണ്. അതായത് ഫിസിക്സ് അറിയാമായിരിക്കും, ഫിസിക്സ് 60 ആണ്, കെമിസ്ട്രി 60 ആണ്, ബയോളജി 60. ബയോളജി പറയുമ്പോൾ രണ്ട് ബോട്ടണിയും സോളജി കൂടി ഉണ്ടോ, രണ്ടു പാടെ കൂടി 30 30 30 60. അതേപോലെ മാത്സും 60 ആണ്. മാത്സ് 60 ആണ്. ബയോളജി ചിലർക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. കമ്പ്യൂട്ടർ സയൻസ് വരുമ്പോൾ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ എടുക്കാം. ചിലർക്ക് ബയോളജി സയൻസിന് പകരം കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടർ സയൻസിൽ ബയോളജി ഉണ്ടാവില്ല, പകരം കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതും 60 തന്നെയാണ്. ഇനി ബാക്കി വരുന്ന രണ്ട് സബ്ജക്ട് ലാംഗ്വേജും ഇംഗ്ലീഷും, അത് 80 ആണ്. ഇതിലാണ് 60 ആണ്. 60 എഴുതുന്ന എക്സാമിന് പാസ്സാകാൻ വേണ്ട മാർക്ക് 18. അപ്പൊ കെമിസ്ട്രിയുടെ എക്സാമിൽ 60 ആണ് ഫസ്റ്റ് ഇയറിൽ, 18 സെക്കൻഡ് ഇയറിലും 18 തന്നെയാണ് പാസ്സാകാൻ വേണ്ട മാർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഫസ്റ്റ് ഇയറിലെ ഒരു സ്റ്റുഡന്റിന് ഫസ്റ്റ് ഇയറിൽ എഴുതുന്ന എക്സാമിന് 36 മാർക്ക് കിട്ടിയാൽ, ഫസ്റ്റ് ഇയറിലെ എക്സാം എഴുതിയപ്പോൾ ആ 60 എഴുതുന്ന എക്സാമിന് 36 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിന്റെ പ്രത്യേകത ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒരുമിച്ച് പാസ്സാകും. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇയറിൽ പാസ്സാകാൻ വേണ്ട മാർക്ക് 18 ആണ്, സെക്കൻഡ് ഇയറിൽ പാസ്സാകാൻ വേണ്ട മാർക്ക് 18 ആണ്. അപ്പൊ 2 മാർക്ക് കൂട്ടുമ്പോൾ 36 അല്ലേ. അപ്പോൾ ഏതെങ്കിലും സ്റ്റുഡന്റിന് ഫസ്റ്റ് ഇയറിൽ തന്നെ 60 എഴുതുന്ന എക്സാമിന് 36 മാർക്ക് ഫസ്റ്റ് ഇയർ തന്നെ കിട്ടിയാൽ ഫസ്റ്റ് ഇയറിന്റെ കെമിസ്ട്രി പാസ്സായി, സെക്കൻഡ് ഇയറിന്റെ കെമിസ്ട്രി പാസ്സായി. ഇനി സെക്കൻഡ് ഇയറിൽ പോയി ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഫസ്റ്റ് ഇയറിൽ ഒരു സ്റ്റുഡന്റിന് 60 35 മാർക്ക് കിട്ടിയായി. അപ്പൊ അടുത്ത വർഷം പാസ്സാകാൻ വേണ്ടത് 1 മാർക്ക് മതി. എന്തുകൊണ്ട് പറയണേ, നമ്മുടെ ലക്ഷ്യം പാസ്സാകല്ല, നമ്മുടെ ലക്ഷ്യം ഫുൾ മാർക്കാണ്, അല്ലെങ്കിൽ 100% മാർക്ക് വാങ്ങണം. അപ്പൊ 35 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ 1 മാർക്ക് കൂടി കിട്ടിയാൽ അടുത്ത വർഷം പാസ്സായി. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ ഡബിൾ പാസ്സാകാൻ വേണ്ടി ശ്രമിക്കുക. ഈ എല്ലാത്തിലും 36 കിട്ടിയാൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പാസ്സായി. എന്നാൽ ലാംഗ്വേജും ഇംഗ്ലീഷും ഉണ്ടാവില്ല, അതിൽ ഫസ്റ്റ് ഇയർ പാസ്സാകാൻ വേണ്ട മാർക്ക് 24 ആണ്. അപ്പൊ സെക്കൻഡ് ഇയർ മാർക്ക് കൂട്ടുമ്പോൾ 48 കിട്ടും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ 48 കിട്ടിയാൽ 48 കിട്ടിയാൽ ഫസ്റ്റ് ഇയറിന്റെ കെമിസ്ട്രി പാസ്സായി, ഫസ്റ്റ് ഇയറിന്റെ മാത്സും ഫസ്റ്റ് ഇയറിന്റെ ലാംഗ്വേജും ഇംഗ്ലീഷും പാസ്സായി. നമ്മൾ പഠിക്കുമ്പോൾ മിനിമം കേട്ടോ, മാക്സിമം ഞാൻ പറഞ്ഞു കേട്ടോ, മിനിമം ഡബിൾ പാസ്. അപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവും. നേരെ മറിച്ച് ഫസ്റ്റ് ഇയറിൽ തന്നെ മാർക്ക് കുറഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ മാർക്ക് കുറയും. അപ്പൊ അതുകൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത് മിനിമം ഡബിൾ പാസ് ആണ്, മാക്സിമം അല്ല മിനിമം. അപ്പൊ അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇയർ നോക്കാം. പിന്നെ ഫസ്റ്റ് ഇയർ ഉണ്ട് എന്തുണ്ടാവും, സിംഗിൾ വാല്യുവേഷൻ ആണ്. ഫസ്റ്റ് ഇയറിലെ എക്സാമിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ പറഞ്ഞു. ഫസ്റ്റ് ഇയറിലെ എക്സാമിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാ സബ്ജക്റ്റും ഉണ്ടല്ലോ, അത് സിംഗിൾ വാല്യുവേഷൻ. സിംഗിൾ വാല്യുവേഷൻ പറഞ്ഞാൽ ഒരാൾ മാത്രമേ പേപ്പർ നോക്കുള്ളൂ. അപ്പോൾ ആ പേപ്പർ നോക്കുന്ന ആൾ പരമാവധി മാർക്ക് കൊണ്ട് സ്കോർ ചെയ്യും. കാരണം ഒരു ടീച്ചറും എന്ത് ചെയ്യില്ല, മാർക്ക് കുറക്കാൻ വേണ്ടി ശ്രമിക്കൂല, മാർക്ക് കൊടുക്കുക ചെയ്യുള്ളൂ. ടീച്ചർമാർ പൊതുവെ മാഷന്മാർ പൊതുവെ മാർക്ക് കൊടുക്കുക ചെയ്യുള്ളൂ, ഒരിക്കലും കുറക്കൂല. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ എക്സാമിന്റെ പ്രത്യേകത അത് സിംഗിൾ വാല്യുവേഷനാണ്. സിംഗിൾ വാല്യുവേഷൻ ഒരാൾ മാത്രമേ പേപ്പർ നോക്കുള്ളൂ. എന്നാൽ സെക്കൻഡ് ഇയർ ഉണ്ടല്ലോ,
സെക്കൻഡ് ഇയർ പേപ്പർ, സെക്കൻഡ് ഇയറിൽ ഈ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കിട്ടും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സയൻസ് സബ്ജക്ട് മാത്രമേ ഡബിൾ വാല്യൂഷൻ ഉള്ളൂ. അല്ലാതെ ലാംഗ്വേജ് ഒക്കെ എല്ലായ്പ്പോഴും സിംഗിൾ വാല്യൂഷൻ ആണ്. ലാംഗ്വേജ് ഇംഗ്ലീഷും മലയാളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെ അറബിക്കല്ലൊക്കെ സിംഗിൾ വാല്യൂഷൻ ആണ്. പക്ഷെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ മൂന്ന് സബ്ജക്ട് എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, പ്ലസ് ടു കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റിന് മാർക്ക് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് സബ്ജക്ട് ഡബിൾ വാല്യൂഷൻ ആണ് സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയറിൽ ഡബിൾ വാല്യൂഷൻ വരിക. അപ്പൊ ഡബിൾ വാല്യൂഷൻ ആയതുകൊണ്ട് അത് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് അല്ലെ. കാരണം എന്താ, ഒരാൾ പേപ്പർ നോക്കി അതിനുശേഷം രണ്ടാമത്തെ ഒരാൾ നോക്കും. എന്നിട്ട് 2 പേര് നോക്കിയ മാർക്ക് ഉണ്ടല്ലോ, 2 പേര് നോക്കിയ മാർക്ക്, ആ മാർക്കിൽ 10% എറർ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരാൾ പേപ്പർ നോക്കും. അപ്പൊ ഈ 3 ആള് പേപ്പർ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാർക്ക് കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല മാർക്ക് കിട്ടുള്ളൂ. കാരണം ഒരാൾ പേപ്പർ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്റെ ശേഷം വേറെ ആൾ നോക്കും. അപ്പൊ എന്തുകൊണ്ട് മാർക്ക് കൂട്ടി, എന്തുകൊണ്ട് മാർക്ക് കുറച്ചു ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ഇയർ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇയർ പരമാവധി സ്കോർ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇയർ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഈസിയാണ് ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട്. അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 16-14 ചാപ്റ്റേഴ്സ്, അതൊക്കെ പഠിച്ചാൽ നമുക്ക് 60 മാർക്ക് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ജസ്റ്റ് ബേസിക് ആയ ഇൻഫർമേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. എനിക്ക് ചാപ്റ്ററും അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് എടുത്തതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് മക്കളെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം ഓക്കെ എന്ന് പറയട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് മ്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ക്ലാസ് ഇന്ന് ബൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, നമുക്ക് കാണാം. അടുത്ത ക്ലാസ്സിൽ പറയാം.